ഈ ഫയലിൽ ഞാൻ അങ്ങനെ സൈൻ ചെയ്യാനൂപേ? ഇതിലെ കണക്കുകളൊന്നും ശരിയല്ലല്ലോ. ആ, ഞാൻ അതുകൂടി പറയാനാണ് വന്നത്. അങ്കിളും കൂടി കണ്ടിട്ട് ബോധ്യപ്പെടട്ടെന്ന് കരുതി. ഇതൊക്കെ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ പല പല കമ്പനികളിലായി മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്തതിൻ്റെയും എക്സ്പോർട്ട് ചെയ്തതിൻ്റെയും കണക്കുകളാണ്. ഏകദേശം 1 കോടി രൂപയുടെ വ്യത്യാസം മെറ്റീരിയലുകളിൽ തന്നെ ഉണ്ട്. പിന്നെ ഇറക്കിയ മെറ്റീരിയലുകളാണെങ്കിൽ എല്ലാം ക്വാളിറ്റി ഇല്ലാത്തതും. അതുകൊണ്ട് കമ്പനിയിലെ വർക്ക് നിർത്തിവെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്കിളിൻ്റെ അനുവാദം വാങ്ങിയതിന് ശേഷം തീരുമാനിക്കാമെന്ന് കരുതി. ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയലുകൾ വെച്ച് ഒരു വർക്കും ചെയ്യണ്ട. ആരാ ഓർഡർ കൊടുത്തത്? സച്ചിയോ നന്ദനോ? അത് പിന്നെ അവന്തികയാണെന്നാണ് അവർ പറഞ്ഞത്. സ്നേഹേ, അവന്തികയോട് വരാൻ പറയും. എന്താ ഇന്ന് സൈറ്റിൽ വർക്ക് നടക്കുന്നില്ല. വർക്ക് നടക്കുന്നില്ലേ? അതെന്താ കാര്യം? എന്തു പറ്റി അനൂപേ? കാര്യം ഞാൻ പറയാം. മെറ്റീരിയലിന് ക്വാളിറ്റി ഇല്ല, അത് തന്നെ കാരണം. അല്ലച്ചാ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ആരാ മെറ്റീരിയലിന് ഈ പ്രാവശ്യം ഓർഡർ കൊടുത്തത്? ഞാൻ വിളിച്ചപ്പോഴേക്കും അവിടുന്ന് ലോഡ് കയറ്റി അയച്ചു എന്നാ പറഞ്ഞത്. പിന്നീട് നീ അതിനെക്കുറിച്ച് തിരക്കിയില്ലേ? ഞാൻ കരുതി സച്ചി ആയിരിക്കുമെന്ന്. കോടികളുടെ ബിസിനസ് ചെയ്യുന്നവരാ നമ്മള്. അപ്പൊ അത് ക്ലിയർ ചെയ്യേണ്ടത് എന്താ? ഉള്ള വിശ്വാസ്യത പോയാൽ നമ്മുടെ പ്രോഡക്റ്റ് ആര് വാങ്ങും? അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവന്തികയോട് ആര് പറഞ്ഞു മെറ്റീരിയൽ ഓർഡർ ചെയ്യാൻ? ഓഫീസിലെ കാര്യങ്ങളെല്ലാം നന്ദൻ നോക്കിക്കൊള്ളാമെന്നും അവന്തിക ഒന്നിലും തലയിടരുതെന്നും പറഞ്ഞിട്ടുള്ളതല്ലേ? അതച്ചാ, അതിപ്പം സ്ഥിരമായി നടക്കുന്ന പ്രോസസ് ആയതുകൊണ്ട് അവരെന്നെ വിളിച്ചു. ഞാൻ ഇപ്പോഴത്തെ പോലെ ഓർഡർ കൊടുക്കുകയും ചെയ്തു. മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ടോ ഇല്ലയെന്ന് നോക്കാൻ ഞാനിപ്പോ പോകുന്നില്ലല്ലോ. ശരി, ഇത് നമ്മുടെ പല കമ്പനികളുടെ ഈ മാസത്തെ കണക്കുകളാ. ഏകദേശം 1 കോടി രൂപയുടെ വ്യത്യാസം ഇതിലുണ്ട്. അനൂപ് പറയുന്ന പ്രകാരം അനൂപ് വന്നതിന് ശേഷം മാത്രം ഏകദേശം അത്രയും രൂപയുടെ വ്യത്യാസം കണ്ടുപിടിച്ചുവെന്നാ. ഓഫീസിൽ പോകണ്ടെന്ന് പറഞ്ഞാലും തലപ്പത്തിപ്പോഴും നീ തന്നെയല്ലേ. ഇതിൽ നിനക്ക് എന്താ പറയാനുള്ളത്? അച്ഛാ, ഇതിലിപ്പോ ഞാൻ എന്തു പറയാനാ? ഈ മാസത്തെ ഫയലുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല, സൈൻ ചെയ്തിട്ടുമില്ല. പിന്നിതിന് ഞാനെങ്ങനെ ഉത്തരം പറയും? അപ്പൊ നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ലെന്നാണോ? അതെ, ഈ മാസം ഇത്രയും പണത്തിന്റെ ഷോർട്ടേജ് വന്നത് എങ്ങനെയാണെന്ന് പറയേണ്ടത് ഞാനല്ലല്ലോ, അക്കൗണ്ടന്റ് അല്ലേ. അനൂപ് വന്നതിന് ശേഷമാണ് ഈ പ്രശ്നം എന്ന് അനൂപ് തന്നെ പറഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ ആ പൈസയൊക്കെ എങ്ങോട്ട് പോയെന്ന് ചോദിക്ക്. ഞാൻ പറയാതെ തന്നെ അച്ഛൻ അറിയാലോ ഒരു വലിയ കമ്പനിയുടെ അക്കൗണ്ടന്റിന് എന്തൊക്കെ സാധിക്കും. 2 or 3 ബില്ലിൽ കൃത്രിമം കാണിച്ചാൽ മതി ഈ പറയുന്ന 1 കോടി കയ്യിലിരിക്കാൻ. പിന്നെ ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ എങ്ങനെ വന്നു ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായല്ലോ. അവന്തികേ, ഞാൻ ആദ്യമായിട്ടല്ല ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. ഞാൻ വരുന്നതിന് മുമ്പുള്ള കണക്കുകളും എൻ്റെ കൈവശമുണ്ട്. ഒരു കമ്പനി സിഇഒക്കാളും താഴെയാണ് അക്കൗണ്ടന്റ് എന്നുള്ള കാര്യം ഞാൻ അവന്തിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അതെ, എങ്ങോട്ടാ ഈ പറഞ്ഞു പറഞ്ഞു കേറി പോകുന്നേ? ഇതെല്ലാം കൂടി എന്റെ തലയിൽ കൊണ്ടിടാനാണ് ഉദ്ദേശം. പിന്നെ നിന്നോടൊരു കാര്യം ചോദിക്കുമ്പോ നീ അത് വഴിതിരിച്ചു വിട്ട് ബാക്കിയുള്ളവരെ പഴിയാറുന്നെന്തിനാ? നിന്റെ കാട്ടിക്കൂട്ടൽ കാരണം ഞങ്ങളും പ്രതിസ്ഥാനത്തായില്ലേ? ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവാത്ത ഞാൻ എന്ത് ചെയ്തു എന്നാ നന്ദേട്ടൻ ഈ പറയുന്നേ? എടുത്തി അനൂപേട്ടൻ കണക്കുകൾ നോക്കുന്നു കരുതി കമ്പനിയിലെ എല്ലാ തിരിമറികളും അനൂപേട്ടൻ ചെയ്തു എങ്ങനെ സ്ഥാപിക്കാൻ പറ്റും?
എല്ലാം കഴിഞ്ഞുള്ള ബില്ലുകളുടെ കണക്കല്ലേ അനുവട്ടം പരിശോധിക്കുന്നേ? പിന്നെ ഞാനാണ് ഇതിന് പിന്നിലെങ്കിൽ നിങ്ങൾ തെളിയിക്ക് സച്ചി. മതി അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയത്. നന്ദ, കഴിഞ്ഞ 6 മാസത്തെ മുഴുവൻ ഫയലും പരിശോധിക്കണം. വ്യത്യാസമുള്ളതൊക്കെ കണ്ടുപിടിക്കണം. എന്നിട്ട് കൊണ്ടുവരണം. ശരി അച്ഛാ. എനിക്കറിയണം സ്വന്തം കമ്പനി ആരാണ് ചതിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതുവരെ ഞാൻ ആരെ ഒന്നും പറയുന്നില്ല. ആദ്യം ആര് മുഖാന്തരമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് അറിയട്ടെ. സംസാരവും ശിക്ഷയെല്ലാം അത് കഴിഞ്ഞാവാം. അങ്കിൾ, ഇതൊക്കെ കൊണ്ടാണ് ഞാൻ അന്ന് ഈ ജോലി എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. സ്നേഹത്തിൽ കഴിയുന്നവരെ ശത്രുക്കളാക്കണ്ടെന്ന് കരുതിയിട്ട്. എൻ്റെ സഹോദരിമാരുടെ കെയർ ഓഫിൽ കിട്ടിയ ജോലിയാണെന്ന് കരുതി ഞാൻ എൻ്റെ ജോലി ചെയ്യാതിരിക്കില്ലെങ്കിൽ 1 രൂപ പോലും ഞാനതെന്ന് എടുക്കുകയില്ല. നിങ്ങളുടെ ഒരു ശമ്പളക്കാരനായ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ വിശ്വസിക്കണം. എൻ്റെ അപേക്ഷയാണ്. അനൂപിന് ഇവിടെ ആർക്കും ഒരു വിശ്വാസക്കുറവില്ല. അനൂപ് അങ്ങനെ ചെയ്യില്ലെന്നും ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ അനൂപിന്റെ മേൽ ഇപ്പൊ വന്ന ഈ ആരോപണം അനൂപ് മാറ്റണം. അനൂപ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും തെളിയിക്കണം. തെറ്റ് ആരുടെ ഭാഗത്താണെന്ന് എനിക്കറിയണം. ആരുടെ ഭാഗത്തായാലും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അച്ഛൻ പറഞ്ഞതുപോലെ എനിക്കും അറിയണം ഇതിന്റെ പിന്നിൽ ആരാണെന്ന്. അവസാനം നീ ആവാതിരുന്നാ മതിയായിരുന്നു. എന്താ നിങ്ങൾ എല്ലാവർക്കും ഇത് ഞാനായിരിക്കണം എന്ന് ഇത്ര ആഗ്രഹം എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ പറയുന്നൊന്നും ആർക്കും വിശ്വാസമില്ല, ഒരു വിലയില്ല. എന്നിട്ട് മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യും. അതങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്തു വെച്ചതിന്റെ ഒക്കെ ബാക്കിയാ. എത്രയോ തവണ ഇതുപോലെ പൈസ എടുത്ത് തിരുമറി നടത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ അച്ഛനെല്ലാം ക്ഷമിച്ചില്ലേ? അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ടാ പിന്നെയും അതേ കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ സംശയിക്കപ്പെടുന്നതും. അതെ, നീ അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ല, അത്രയല്ലേ ഉള്ളൂ. അതിനു പകരം നീ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അനൂപിനെ കുറ്റക്കാരനായി കാണുന്നു. എല്ലാവരെയും അത് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അർച്ചന അനൂപിനെ പിന്താങ്ങുന്നത് സ്വന്തം സഹോദരനായതുകൊണ്ടാണെന്ന് പറയാം. ബാക്കിയുള്ളവരെടുത്ത് തലയെ കയറ്റുന്നത് എന്തിനാണാവോ? സ്വന്തം ഭാര്യയെ വരെ അവഗണിച്ച് കണ്ടവരുടെ കൂടെ നിൽക്കുന്നതിനുള്ള പ്രത്യാഘാതം നാളെ അനുഭവിക്കേണ്ടി വരും. അപ്പോഴും അവന്തിയെ ഇവിടെ തന്നെ കാണും. അനുവേ, അനൂപ് ഇതൊന്നും കാര്യമാക്കണ്ട. താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെ അനുപേട്ട, അച്ഛൻ പറഞ്ഞതുപോലെ ആരുടെ ഭാഗത്താ തെറ്റെന്ന് ഞങ്ങൾക്കും അറിയണം. അനൂപേട്ടനെ അറിയാവുന്നവർക്കൊക്കെ അറിയാം ഏട്ടൻ നിരപരാധിയാണെന്ന്. അതുകൊണ്ട് ഏട്ടൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അനുപേട്ടനിപ്പോൾ ചെല്ലേ, എന്നിട്ട് എല്ലാ ഫയലും ഒന്നുകൂടെ ചെക്ക് ചെയ്യ്. ഇനി അബദ്ധം വല്ലതും പറ്റിയതാണോന്ന് അറിയില്ലല്ലോ. ഇന്നിനി അനൂപ് ഓഫീസിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നാളെ ഞാനും കൂടെ വന്നിട്ട് നമുക്കെല്ലാം ക്ലിയർ ചെയ്യാം. ആ, ശരി. ഏട്ടാ, എനിക്കറിയാം ഏട്ടന് നല്ല വിഷമമുണ്ടെന്ന്. അവരങ്ങനെ ഏട്ടാ, മനുഷ്യരൂപം ഉണ്ടെന്നേ ഉള്ളൂ, മൃഗത്തിന്റെ സ്വഭാവം. ഞാൻ ഈ ജോലി മതിയാക്കിയാലൊന്ന് ആലോചിക്കുന്നേ. എന്തിനാ വെറുതെ പരസ്പരം പിണങ്ങുന്നത്? ജോലിയൊന്നും മതിയാക്കണ്ട. ബാക്കി ഫയലുകളും കൂടി നോക്കി അവന്തിയെടുത്തിയുടെ മുഴുവൻ കള്ളക്കളിയും പുറത്തു കൊണ്ടുവരികയും വേണം. ഇപ്പൊ ജോലി മതിയാക്കിയ
അനുപേട്ടൻ തെറ്റുകാരനാണെന്ന് അവരുറപ്പിച്ച് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കും. അതുകൊണ്ട് ജോലിയൊന്നും വേണ്ടെന്ന് വെക്കണ്ട. നന്ദേട്ടനെല്ലാം മനസ്സിലാവും, കൂടെ നിൽക്കുകയും ചെയ്യും. അവന്തേടത്തിയുടെ ഈ സ്വഭാവം കാരണം ഇവിടെ ആർക്കും സമാധാനം ഇല്ലെന്നുള്ളതാ വാസ്തവം. അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ച് അവരെ ഒതുക്കി നിർത്താൻ വേണം. അനുപേട്ടനെ കൊണ്ട് അതിന് കഴിയും. അല്ല, ഇത്രയും കേട്ടിട്ട് നിനക്കെന്ത് തോന്നുന്നു? എന്ത് തോന്നാൻ? ഈ 1 കോടിയോളം രൂപ തിരിമറി നടത്തിയത് ചേച്ചിയാണെന്ന് അവസാനം തെളിയും. അത്ര തന്നെ. എന്റെ പൊന്ന് ചേച്ചി, ഈ നാവ് കൊണ്ട് കുറ്റം പറഞ്ഞല്ല, തല കൊണ്ട് ആലോചിച്ച് വേണം എന്തെങ്കിലും ചെയ്യാൻ. അനൂപാണിത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരെങ്കിലും വിശ്വസിച്ചോ? ഇല്ലല്ലോ. എന്താ കാരണം? ഇവിടെ എല്ലാവരുടെ മനസ്സിലും ചേച്ചിയാണ് ഇതിന് പിന്നിലെന്ന് സംശയമുള്ളത് കൊണ്ട് തന്നെയാ. ഇങ്ങനെ പോയാ പഴയ ഫയലൊക്കെ തപ്പിപ്പിടിച്ച അനൂപ കൊണ്ടുവരും. അതോടെ പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങാം നമുക്ക്. പൈസ അടിച്ചു മാറ്റിയ കാര്യമൊക്കെ മുന്നേ വല്ലതുമായിരുന്നെങ്കിൽ ആ കിഴവനോട് എന്തെങ്കിലുമൊക്കെ കുറച്ച് കള്ളം പറഞ്ഞ് കരയുമ്പോ അയാള് ക്ഷമിക്കുമായിരുന്നു. ഇനി അതും നടക്കില്ല. ഭർത്താവ് പുറപ്പെട്ടു പോയിട്ടും ഈ കുടുംബത്തെ താങ്ങി നിലനിർത്താൻ വേണ്ടി തന്റെ ജീവിതം സ്വയം മാറ്റിവെച്ച കഥ ഇനി ഇവിടെ ഓടില്ല. കാരണം പുറപ്പെട്ടു പോയവരിപ്പോ ഇവിടെയുണ്ട്. അതും നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തിയാ പിടിച്ച് നട തള്ളാൻ തയ്യാറായിട്ട്. പണിയാണ്, നല്ല പണിയാ. ഇതിന്ന് കരകയറാൻ ചില്ലറ കളിയൊന്നും പോരാ. ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം ഇവിടെയുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിന് തുറുപ്പാക്കി മാറ്റി കളി നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതല്ലെങ്കിൽ ഈ വീട്ടിലൊരു അപ്രതീക്ഷിത സംഭവം നടക്കണം. ആ സംഭവത്തിന് 1 കോടിയോളം രൂപ ചെലവുണ്ടാവും. എന്ന് പറഞ്ഞാ ആ സംഭവത്തോടെ ഈ കണക്ക് എല്ലാവരും മറക്കണം. അല്ലെങ്കിലും പുതിയ ഹോട്ട് ന്യൂസ് വരുമ്പോ അതുവരെയുള്ള വാർത്തകളൊക്കെ മുങ്ങിപ്പോവാറാണല്ലോ പതിവ്. അതുപോലെ എന്തെങ്കിലും ഈ വീട്ടിൽ നടത്തിയെടുക്കാൻ പറ്റിയ പിന്നെ പേടിക്കണ്ട. ചേച്ചി എന്താ ആലോചിക്കുന്നത്? നീ നേരത്തെ പറഞ്ഞത് തന്നെ. തുറുപ്പ് ചീട്ട്. അനൂപാണിത് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ട് ആരും അങ്ങോട്ട് വിശ്വസിക്കാത്ത സ്ഥിതിക്ക് അനൂപ് തന്നെ അതങ്ങനെ ചെയ്ത് എല്ലാരെയും വിശ്വസിപ്പിക്കട്ടെ. മനസ്സിലായില്ല. കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പോഴുണ്ടായ തിരുമറി അനൂപ് അല്ല എന്ന് വിശ്വസിക്കുന്നവരുടെ മുന്നിൽ അനൂപ് തന്നെ തിരുമറി ചെയ്ത് കാണിച്ചു കൊടുക്കുമെന്ന്. നീ പറഞ്ഞ പോലെ നാവുകൊണ്ട് കേൾക്കാത്ത കാര്യം തല കൊണ്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാം നമുക്ക്. അനൂപാണിത് ചെയ്തതെന്ന് ഇവിടെയുള്ള എല്ലാവരും വിശ്വസിക്കും. നീ നോക്കിക്കോ ഇനി എന്താന്ന്. സർ, ഇത് നമ്മുടെ പല ബ്രാഞ്ചിലേക്കും ഓർഫനേജിലേക്കും ട്രാൻസ്ഫർ ചെയ്യേണ്ട ക്യാഷാണ്. ഏതെങ്കിലും സ്റ്റാഫിനെ വിടണോ അതോ? വേണ്ട, ഞാൻ കൊണ്ടുപോയി ബാങ്കിലിടാം. ശരി സർ. 40 ലക്ഷം രൂപയുണ്ട്. ട്രാൻസ്ഫർ ചെയ്യേണ്ട അക്കൗണ്ട് നമ്പർ
ഞാൻ സാറിന് എത്തിക്കാം. ശരി. ശരി സാർ. ഹലോ. വണ്ടി എടുക്ക്. വേഗം ചവിട്ടി വിട്. ചവിട്ടി വിടറാ. ചവിട്ടി വിടറാ വണ്ടി. എന്തായി കാണിക്കുന്നത്? വണ്ടി എടുത്ത്. ഹലോ. നന്ദേട്ടാ. എന്താ അർച്ചനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമാണ് നന്ദേട്ടാ. ഓഫീസിൽ നിന്ന് ബാങ്കിൽ പണം ഇടാൻ പോയ അനുപേന്റെ വണ്ടി ആരൊക്കെയോ ചേർന്ന് തടഞ്ഞ് പൈസ അവരെ തട്ടിയെടുത്തോണ്ട് പോയിന്ന്. 40 ലക്ഷം രൂപ ഉണ്ടായിരുന്നു അനുപേട്ടൻ പറഞ്ഞത്. ഇനി എന്ത് ചെയ്യുന്നു നന്ദേട്ടാ? എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ട് കയ്യും കാലും വിറച്ചിട്ട് വയ്യ. അച്ഛന് സമാധാനപ്പെട്. ഞാൻ ആലോചിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഇന്ന് എല്ലാ സ്ഥലത്തും ഫണ്ടിടേണ്ട ദിവസമാണെന്നും പണവുമായി അനൂപ് ബാങ്കിലേക്ക് പോകുമെന്നും അറിയാവുന്ന ആളായിരിക്കില്ലേ അതിന്റെ പിറകിൽ? ഉറപ്പായിട്ടും. അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് ഇത് ചെയ്യില്ലല്ലോ. അർച്ചനയ്ക്ക് ഇത് ചെയ്തത് അവന്തികയാണെന്ന് സംശയമുണ്ടോ? അങ്ങനെ ചോദിച്ചാ ഉണ്ടല്ലേ? അതേ സംശയം എനിക്കുണ്ട്. ഈ സംശയത്തിന്റെ പേരിൽ അവന്തിയോട് ചോദിക്കാൻ നിന്നാൽ അവൾ ഒരിക്കലും
അത് സമ്മതിച്ചു തരത്തില്ല. എന്നാ സംശയം തീർക്കുകയും വേണം. കുറച്ച് റിസ്ക് ഉള്ളൊരു വഴിയുണ്ട്. പണം ആര് കൊണ്ടുപോയി എന്നറിയാനല്ല, ഇത് ചെയ്തത് അവന്തിക തന്നെയാണോന്നറിയാൻ. ഞാനത് പറയാം, അതുപോലെ ചെയ്താൽ മതി. ചിലപ്പോ അത് വർക്കൗട്ടായെന്ന് വരും. എന്തായാലും നന്ദേട്ടൻ പറയ, ഞാൻ അതുപോലെ ചെയ്യാം.